ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക, അതോടൊപ്പം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു സമാധാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെങ്ങും യുദ്ധങ്ങളും കലഹങ്ങളും സംഘർഷങ്ങളും പഴയകാലം മുതൽക്ക് നടന്നു വന്നിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും സംഘർഷങ്ങളും പ്രത്യേകമായ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയാണ് നടക്കാറുള്ളതെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും പരിഹാരമല്ല, സംഹാരമാണ് ലോകത്ത് ഉണ്ടാക്കുന്നത് എന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ലോകത്ത് കഴിഞ്ഞ 5000 വർഷങ്ങളുടെ ചരിത്രമെടുത്താൽ 1.5 ലക്ഷം യുദ്ധങ്ങൾ നടന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ലക്ഷം യുദ്ധങ്ങളിലായി 3500 ദശലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. 3500 ദശലക്ഷം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലെ എത്ര രാജ്യങ്ങളിലെ ജനസംഖ്യയാണ് അതെന്ന് നാം ഓർത്തു നോക്കണം. അത്രയും വലിയ ജനസംഖ്യ യുദ്ധങ്ങളാൽ പല കാലങ്ങളിലായി നശിപ്പിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ കൊല ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറം രാജ്യത്ത് സമ്പത്ത് നഷ്ടപ്പെടുന്നു, ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്നു, വീടുകളും കെട്ടിടങ്ങളും തകർക്കപ്പെടുന്നു, പാരിസ്ഥിതികമായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ലോകരാജ്യങ്ങളെ 10-50 വർഷം പിറകോട്ട് തള്ളിവിടുന്ന വലിയ ആഘാതങ്ങൾ യുദ്ധം കൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. യുദ്ധം പരിഹാരമല്ല എന്ന തലവാചകം നാം ഉയർത്തിക്കാട്ടുമ്പോൾ നിരുപാധികം യുദ്ധം പരിഹാരമല്ല എന്ന് പറയുകയല്ല. അതേസമയം ഇന്ന് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തന്നെ അനുഭവങ്ങൾ, വായനാനുഭവങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം യുദ്ധം പരിഹാരമല്ല എന്ന തലവാചകത്തോട് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ആധുനിക കാലത്തെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് സംഹാരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം. നമ്മുടെ ലോകത്ത് ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ 2 വർഷമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലുമുള്ള എത്രയോ വിദ്യാർത്ഥികൾ ഈ യുദ്ധത്തിന്റെ ഫലമായി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോന്ന വാർത്തകൾ നാം വായിച്ചു, നാം കണ്ടു. ലോകത്തെ ഭക്ഷ്യകലവറകളായ 2 രാജ്യങ്ങളാണ് റഷ്യയും യുക്രൈനും. ടൺ കണക്കിന്, 1000കണക്കിന് ടൺ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് ലോകത്തിന്റെ ഭക്ഷ്യവിപണിയിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉക്രൈനും. അതേപോലെ ഭക്ഷ്യ എണ്ണ, സൂര്യകാന്തി എണ്ണ പോലെയുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഭക്ഷ്യക്കലവറയിലേക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഉക്രൈനും അതേപോലെ റഷ്യയും. യുദ്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് 126 മില്യൺ മനുഷ്യർ ലോകത്ത് പട്ടിണിയിലായിരുന്നു. 126 മില്യൺ മനുഷ്യർ ലോകത്ത് പട്ടിണി കിടക്കുമ്പോഴാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം തുടങ്ങി 2 വർഷം പിന്നിട്ടപ്പോൾ 236 ദശലക്ഷം ജനങ്ങൾ
236 മില്യൺ ജനങ്ങൾ, മനുഷ്യർ പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള 2 വർഷത്തെ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ലോകത്തുള്ള പാവപ്പെട്ട മനുഷ്യർ പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതിന്റെ കണക്കുകളാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് ഓരോ യുദ്ധവും പരിശോധിച്ചാൽ സംഹാരങ്ങളുടെയും നാശങ്ങളുടെയും കണക്കുകൾ. ഗസയും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഗസ എന്ന് പറയുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല. അതൊരു രാജ്യമാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പോലും ആ രാജ്യം ഭരിക്കുന്നത് ഹമാസ് അല്ല. ഹമാസ് എന്ന് പറയുന്നത് ഒരു സായുധ ഗ്രൂപ്പ് മാത്രമാണ്. ആ സായുധ ഗ്രൂപ്പിനോട് പോരാടുന്നു എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ നിയോഗിക്കുന്ന സമയത്ത് സൈനികർക്കും സൈനിക മേധാവികൾക്കും കൊടുത്തിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇമാം അബൂദാവൂദ് ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക മേധാവികളോട്, സൈനികരോട് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഉഖ്സു ബിസ്മില്ലാ വബില്ലാ വമില്ലത്തി റസൂലില്ലാ എന്നിങ്ങനെ ആരംഭിച്ച്, എത്ര ആകർഷകമായ, നിങ്ങൾ അർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി എന്ന പരമമായ ആഗ്രഹത്തോടെ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല, വയോവൃദ്ധന്മാരെ നിങ്ങൾ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, അനാവശ്യമായി മരങ്ങൾ മുറിക്കാൻ പാടില്ല, അനാവശ്യമായി കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ജലാശയങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങി യുദ്ധ നിയമങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസും ഇന്ന് ഗസയിലും ഫലസ്തീനിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ ഫലമായി, ഏകപക്ഷീയമായ യുദ്ധങ്ങളുടെ ഫലമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവര് സൈനികരാണോ? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലോകത്താകെ 4-5 വർഷം നീണ്ടുനിന്ന ലോകമഹായുദ്ധത്തിൽ ലോകത്താകെ സൈനികരായി അണിനിരന്നത് 1.5 കോടി മനുഷ്യരായിരുന്നു. 1.5 കോടി സൈനികർ. 1.5 കോടി സൈനികർ അണിനിരന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 5.5 കോടി മനുഷ്യരാണ്. ലോകത്തൊന്നാകെയുള്ള യുദ്ധം പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടു പോയ മനുഷ്യർ 5.5 കോടി. സൈനികരുടെ കണക്ക് 1.5 കോടിയും കൊല്ലപ്പെട്ടവരുടെ കണക്ക് 5.5 കോടിയും ആകുന്നത് എങ്ങനെ? യുദ്ധത്തിൽ വാസ്തവത്തിൽ കൊല്ലപ്പെടുന്നത് സൈനികരെക്കാൾ അപ്പുറം സിവിലിയന്മാരാണ്, സാധാരണ മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ, നിരാലംബർ. ഗസയിൽ നിന്ന് എന്തെല്ലാം ദയനീയമായ ചിത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഒരു റൊട്ടിക്ക് വേണ്ടി ഓടിയെടുക്കുമ്പോൾ, ദിവസങ്ങളോളം ദാഹജലമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ, അവര് ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി അത്യാഗ്രഹത്തോടെ ദാഹിച്ചു വലഞ്ഞ തൊണ്ടയുമായി ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി അവര് വരി നിൽക്കുമ്പോൾ, അവര് തിക്കും തിരക്കും കൂട്ടുമ്പോൾ, ആ കുട്ടികളുടെ കുഞ്ഞു ശരീരങ്ങളിലേക്ക്, ആ ഉമ്മമാരുടെ കുഞ്ഞു ശരീരങ്ങളിലേക്ക്, വയോവൃദ്ധന്മാരുടെ അവശമായ ശരീരങ്ങളിലേക്ക് നിഷ്കരുണം ബോംബ് വർഷിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ പേര് യുദ്ധമെന്നല്ല. അത് ഏകപക്ഷീയമായ കൊലപാതകമാണ്, ഏകപക്ഷീയമായ ആക്രമണമാണ്. അത് ലോകത്ത് ഇന്നും ഇന്നലെയും ആരംഭിച്ചിട്ടുള്ളതല്ല. ആധുനിക യുദ്ധങ്ങളുടെ ചരിത്രം എന്ന് മുതൽക്ക് ആരംഭിക്കുന്നുവോ അന്ന് മുതൽക്ക് ഈ ആക്രമണങ്ങളുടെയും ഏകപക്ഷീയമായ കൊലപാതകങ്ങളുടെയും ചരിത്രവും ആരംഭിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 5.5 കോടി മനുഷ്യർ മരിച്ചു വീണെങ്കിൽ
അതിലെത്ര സ്ത്രീകൾ, കുട്ടികൾ, വയോവൃദ്ധന്മാർ. ഇത് കൊല്ലപ്പെട്ടവരുടെ കണക്കാണെങ്കിൽ സംഹരിക്കപ്പെട്ട കെട്ടിടങ്ങൾ, സംഹരിക്കപ്പെട്ട സ്വത്തുവകകൾ, സംഹരിക്കപ്പെട്ട കൃഷിസ്ഥലങ്ങൾ, മലിനീകരിക്കപ്പെട്ട ജലാശയങ്ങൾ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതെല്ലാം ഓഡിറ്റിന് വിധേയമാക്കുകയാണെങ്കിൽ ആധുനിക യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. അത് തീർച്ചയായും ലോകത്തെ നശിപ്പിക്കുന്ന സംഹാരം മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങളുണ്ട്. ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ചരിത്രം നാം പരിശോധിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധന കാലം 23 വർഷമാണെന്ന് നമുക്കറിയാം. ഈ 23 വർഷത്തിൽ മക്ക ജീവിതകാലം, പ്രബോധന കാലം, നുബുവത്തിന് ശേഷമുള്ള 10 വർഷം, തീർച്ചയായും നുബുവത്തിന് ശേഷമുള്ള 13 വർഷവും തീർച്ചയായും പീഡനങ്ങളുടെയും ഒരുപാട് വേദനകളുടെയും അക്രമങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും പട്ടിണിയുടെയും കാലമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും മക്ക രാജ്യത്ത് ഏതെല്ലാം തരം പീഡനങ്ങൾക്ക് വിധേയമാക്കി. ബഹുമാനപ്പെട്ട യാസിർ കുടുംബം, സുമയ്യ റളിയല്ലാഹു അൻഹ, അബൂജഹലിന്റെ കുത്തും പാരയുമേറ്റ് പിടഞ്ഞു മരിച്ച് ആ കുടുംബത്തിലെ മക്കൾ ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖിനെ സമീപിക്കുമ്പോൾ സ്വബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന എന്ന സമാശ്വാസ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം, പ്രതിരോധിക്കുവാനും ആക്രമിക്കുവാനും പകരം ചോദിക്കുവാനും സമയമായിട്ടില്ല, നിങ്ങളുടെ ക്ഷമക്ക് പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞ് യാസിർ കുടുംബത്തെ ആശ്വസിപ്പിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ പീഡനങ്ങൾ, ശുഐബ് അബൂ താലിബിൽ മലഞ്ചെരുവിൽ മാസങ്ങളോളം, ദിവസങ്ങളോളം, ആഴ്ചകളോളം വെള്ളമില്ലാതെ പച്ചിലകൾ പറിച്ചു തിന്ന് അങ്ങനെ ജീവിച്ചു. എന്നിട്ടും സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു സംഘർഷത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പ്രതികാരത്തിന്റെ ഒരു വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായില്ല. ഹിജറ കഴിഞ്ഞ് മദീനയിൽ വന്ന് 2 വർഷം പിന്നിട്ടാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നീടുള്ള 3-4 വർഷങ്ങളിൽ 10-12ഓളം യുദ്ധങ്ങൾ നടന്നു. 10-20ഓളം വരുന്ന സൈനിക നീക്കങ്ങൾ നടന്നു. പക്ഷേ ഈ സൈനിക നീക്കങ്ങളൊക്കെയും, ഈ യുദ്ധങ്ങളൊക്കെയും നമുക്കറിയാം അതിന്റെ ലക്ഷ്യം ശത്രുവിന്റെ സംഹാരമായിരുന്നില്ല. മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ശാന്തിയും സമാധാനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. ആ പോരാട്ടങ്ങളാണ് പിന്നീട് ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ്യ സന്ധിയിലേക്കും, ഹിജറ 6-ാം വർഷം നടന്ന ഹുദൈബിയ്യ സന്ധിയിലേക്കും, അതിനെ തുടർന്ന് നടന്ന മക്കം ഫതഹിലേക്കും, മക്ക വിജയത്തിലേക്കും. മക്ക വിജയത്തെ കുറിച്ച് നാം പറയാറുള്ളത് രക്തരഹിതമായ വിജയമെന്നാണ്. രക്തരഹിതമായ വിജയം. 12 യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആ 12 യുദ്ധങ്ങളും രക്തപങ്കിലമായിരുന്നു എന്ന് മനസ്സിലാക്കി പോകരുത്. തന്ത്രം കൊണ്ട് വിജയിച്ച യുദ്ധങ്ങൾ, നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് വിജയിച്ച യുദ്ധങ്ങൾ, അതെല്ലാം ഈ 12 യുദ്ധങ്ങളിലുണ്ട്. ആകെ കൊല്ലപ്പെട്ടവർ എത്രയാണ്? ആകെ കൊല്ലപ്പെട്ടവർ യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രു സൈന്യങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടത് 100-ൽ 2 പേർ മാത്രം. 100-ൽ 2 പേർ മാത്രം. മുസ്ലിം പക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടത് 100-ൽ 1 മാത്രം. കൊല്ലപ്പെട്ടവരെല്ലാവരും സൈനികരായിരുന്നു. സിവിലിയന്മാർ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ചരിത്രമില്ല. സ്ത്രീകൾ കൊല്ലപ്പെട്ട ചരിത്രമില്ല. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട ചരിത്രമില്ല. ജലാശയങ്ങൾ മലിനീകരിക്കപ്പെട്ട ചരിത്രമില്ല. പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ചരിത്രമില്ല. അങ്ങനെ തികച്ചും ശാന്തമായി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ ആളുകളെ ബലി കൊടുത്തുകൊണ്ട് നടന്ന യുദ്ധങ്ങളാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളതെങ്കിൽ സഹോദരന്മാരെ, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണെന്ന് ലോക രാഷ്ട്ര നേതാക്കൾ പ്രസംഗിക്കാറുണ്ട്, പ്രസ്താവനകൾ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചാണ്. ഓരോ യുദ്ധവും ലോകത്തെ ആവർത്തിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നാം ഇവിടെ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. യുദ്ധങ്ങളൊക്കെയും അവസാനിക്കണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വെടിനിർത്തി എന്ന ആശ്വാസവാക്കുകൾ, വാർത്തകൾ നാം കേൾക്കുന്നു. പക്ഷേ ആഴ്ചകൾക്ക് മുമ്പ് ഗസയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ്
ഇസ്രായേൽ ഏകപക്ഷീയമായി ഗസയിലേക്ക് ബോംബ് വർഷം നടത്തുകയും നിരപരാധരായ സ്ത്രീകളും കുട്ടികളും വയോവൃദ്ധന്മാരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വൃദ്ധകളും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഇപ്പോഴും. ഒരുപക്ഷെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടുകൂടുന്നില്ല, സംഘർഷങ്ങൾ വീണ്ടും ആരംഭിച്ചുകൂടുന്നില്ല. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോക സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട്, അമേരിക്കൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം കൊണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് വർഷങ്ങളായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ പാപങ്ങൾക്കെതിരെ, ഗസയിലെ നിരപരാധർക്കെതിരെ, ആലംബഹീനരായ മനുഷ്യർക്കെതിരെ, ദാഹിച്ചു വലയുന്ന മനുഷ്യർക്കെതിരെ, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്കെതിരെ വീണ്ടും വീണ്ടും ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന അക്രമി രാജ്യത്തെ പിടിച്ചുകെട്ടാൻ എന്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല? ഈ ചോദ്യം ഇന്ത്യ ഉയർത്തണം, ഈ ചോദ്യം ലോക രാജ്യങ്ങളൊക്കെയും ഉയർത്തണം. അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സമാധാന സമ്മേളനം നടക്കുന്നത്. സഹോദരന്മാരെ, യുദ്ധങ്ങൾ അവസാനിച്ചാലും ആ രാജ്യം തിരിച്ചു പിടിക്കണമെങ്കിൽ, ഗസ പുനർനിർമ്മിക്കണമെങ്കിൽ എത്ര കോടിയുടെ സമ്പത്ത്, എത്ര സമയം, എത്ര മനുഷ്യാധ്വാനം ചെലവഴിക്കപ്പെടണം? റഷ്യ പുനർനിർമ്മിക്കണമെങ്കിൽ, ഉക്രൈൻ എന്ന രാജ്യം പുനർനിർമ്മിക്കപ്പെടണമെങ്കിൽ, ഇറാനും ഇസ്രയേലും പുനർനിർമ്മിക്കപ്പെടണമെങ്കിൽ എന്തുമാത്രം സാമ്പത്തികമായ ചെലവുകൾ വിനിയോഗിക്കപ്പെടണം, എന്തുമാത്രം മനുഷ്യാധ്വാനം വിനിയോഗിക്കപ്പെടണം, എന്തുമാത്രം ആ രാജ്യങ്ങൾ പുറകോട്ട് തള്ളപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കിയാണ് ഇനിയും ഒരു യുദ്ധം ഈ രൂപത്തിൽ ലോകത്ത് സംഭവിക്കരുത്, അതിനുവേണ്ടി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമങ്ങൾ തുടരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സമാധാന സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ആധുനിക യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, അത് സംഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മാത്രമേ ഉതകുകയുള്ളൂ. യുദ്ധം പലപ്പോഴും പ്രശ്നങ്ങൾക്കും സമാധാനം കൊണ്ടുവരാനും കാരണമായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ പലതും ശാന്തി, അതേപോലെ സമാധാനം ലോകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ആധുനിക യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് സമാധാനത്തിൻ്റെതല്ല, അത് സംഹാരത്തിൻ്റെതാണ്. അതുകൊണ്ട് യുദ്ധം ഈ കാലഘട്ടത്തിൽ പരിഹാരമല്ല, അത് സർവനാശങ്ങൾക്ക് മാത്രമേ കാരണമാകൂ എന്ന കാര്യം തുറന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ആഹ്വാനം, സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ആവർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.